ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ വൺ ഡേ ട്രിപ്പായിട്ടൊന്ന് വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. ഞാൻ പോയ സ്ഥലം എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അവിടെ കാണേണ്ട സ്ഥലം മാത്രം ചെറുതായി വീഡിയോ എടുത്ത് ഇക്കാക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൺ ഡേ ട്രിപ്പാണ് പോയത്. അപ്പോൾ അവിടെ കാണേണ്ട സ്ഥലങ്ങൾ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. വീഡിയോ ഒന്നും എടുത്തില്ല. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഒരു സമയത്ത് കണ്ടതാണ് ഒരു വാട്ടർ ഫാൾസ്. നല്ല അടിപൊളി വാട്ടർ ഫാൾസ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു ചെറിയ വാട്ടർ ഫാൾസാണ്, വലുതായിട്ടൊന്നുമില്ല. കണ്ടിരിക്കുന്നത് നല്ല രസമാണ്. നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ 6-7 മണിയാകുമ്പോഴത്തേനും അവിടെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ചെറിയ വാട്ടർ ഫാൾസിന് അവിടെ കൊണ്ടുവന്ന അത്യാവശ്യം കുറച്ച് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടും അടിയിലാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാട്ടർ ഫാൾസ് ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി ഞാൻ മൊബൈലിൽ ഇങ്ങനെ സൂം ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ കയറിക്കൊണ്ടിരിക്കുക കയറി പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ബോട്ട് ഹൗസിലായിരുന്നു. നല്ല കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല ബോട്ട് ഹൗസ് ആയിരുന്നു. പെഡൽ ഔട്ടേണ്ടവർക്ക് അങ്ങനെയും ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടില്ല. പിന്നെ ഇങ്ങനെ തുഴഞ്ഞിട്ട് പോകണ മോഡലുണ്ടായിരുന്നു. അപ്പോൾ പെഡലിൽ ഞങ്ങൾ എല്ലാവർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തുഴഞ്ഞിട്ടില്ലാണ് പോയത്. ഒരു 16-12 പേർക്കാണ് ഒന്ന് കയറാൻ പറ്റുള്ളൂ. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നമുക്കിങ്ങനെ പോവാം. സ്പീഡ് ബോട്ടില്ല, പെഡൽ ബോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ തുഴയണതുള്ളത്. പിന്നെ ഈ അതിൻ്റെ അറ്റത്തെത്തിയ സമയത്ത് കുറേ ആമ്പലും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ നമുക്ക് ടച്ച് ചെയ്യാനോ ഒന്ന് പറിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ അവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഒരു കയർ കെട്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് എടുക്കാനോ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അടുത്തുണ്ടായിരുന്നത് ആമ്പലിൻ്റെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെയിൻ ഫോറസ്റ്റിലേക്കാണ്. പെയിൻ ഫോറസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. ചോക്ലേറ്റ്, ആക്സസറീസ്, മാഷ്മെലോ, അതേപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളും ഇതൊക്കെ അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പെയിൻ ഫോറസ്റ്റിലേക്ക് വന്നത് ഞങ്ങൾ. പെയിൻ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ പോയത് മൊട്ടക്കുന്നിക്കാണ്. മൊട്ടക്കുന്ന് പറഞ്ഞാൽ അവിടെ കാണേണ്ട ഒരു സ്ഥലമാണ്. വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് റിലാക്സ് ചെയ്തിരിക്കാം. ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ മൊട്ടക്കുന്നിൻ്റെ അവിടെ അധികം നേരം നിന്നില്ല, കുറച്ച് നേരം നിന്നപ്പോൾ വേഗം വന്നു. അവിടെ വീഡിയോ സ്റ്റുഡിയോ അങ്ങനെ പെയിൻ ഫോറസ്റ്റിലും ഇവിടെയും വീഡിയോ നമ്മളെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുരിശുമലയാണ് പോയത്. കുരിശുമല പോയ സമയത്ത് അവിടെ ഇങ്ങനെ അവരുടെ ക്രിസ്ത്യൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും പാട്ടുകളും ഒക്കെ ആയിരുന്നു. അവിടെ നമുക്ക് അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് ഇടാനോ അതേപോലെ ഈ ഓവർ പാട്ടും ഡീജിയും കാര്യങ്ങളൊന്നും പറ്റില്ല. ഒരു നിശബ്ദത അവിടെ ഇങ്ങനെ എപ്പോഴും സൗണ്ടൊന്നും അധികം ഉണ്ടാവില്ല. ഞാനും എൻ്റെ അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറേ പെയിൻ ഫോറസ്റ്റിൽ കൂടെ നടന്ന് കാലൊക്കെ വേദനിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ തന്നെ ഇരുന്നിട്ട് ആവശ്യം ഇങ്ങനെ സൂം ചെയ്തിരിക്കുമായിരുന്നു. അവിടെയും കുറേ കച്ചവടക്കാരും സാധനങ്ങൾ വാങ്ങേണ്ടവർക്കൊക്കെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് വാഗമണ്ണ് തണുപ്പ്, കുറച്ചെങ്കിലും തണുപ്പില്ലത് വൈകുന്നേരം ആകുമ്പോഴാണ്. ഊട്ടിയുടെ അത്രയൊന്നും തണുപ്പില്ല വാഗമണ്ണിൽ. ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ ഊട്ടി പോകുന്നതാണ്. ഊട്ടിയുടെ അവിടെ അത്ര പോലെ തണുപ്പൊന്നും അവിടെ ഇല്ല. നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു വൈകുന്നേരം ചോര ഇറങ്ങുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് അടിപൊളിയാണ്. ചെറുതായിട്ടൊരു കൂളിങ് വൈകുന്നേരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ വ്യൂ ചെയ്ത് എടുക്കുകയായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് വ്യൂ പോയിന്റ് അവിടെയൊക്കെ വേണമെങ്കിൽ നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ഗായ്സ്.